അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ മുഹിബ്ബീങ്ങളെ, ഇന്ന് നമുക്ക് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പും സുഗന്ധവും എന്നതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്താം. عن أنس رضي الله عنه أنه قال كان رسول الله صلى الله عليه وسلم كثير العرق. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിയർപ്പ് അധികരിച്ചവരായിരുന്നു. വകാന അർഖുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ വജ്ഹിഹി കല്ലുഉലു വഅത്യബ മിനൽ മിസ്കിൽ അദ്ഫർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തുള്ള വിയർപ്പ് മുത്തുപോലെയാണ്, നല്ല വാസനയുള്ള കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നസല അലൈഹിൽ വഹ്യു ثقل لذلك وتحدر جبينه عرقا كأنه جمان وإن كان في البرد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ വഹ്യ് അവതരിച്ചാൽ അവിടുത്തെ ശരീരത്തിന് ഒരു ഭാരം അനുഭവപ്പെടുമായിരുന്നു. തണുത്ത കാലാവസ്ഥയിലാണെങ്കിലും മുത്തുപോലോത്ത വിയർപ്പിനാൽ അവിടുത്തെ നെറ്റിത്തടം ഒലിച്ചിറങ്ങുമായിരുന്നു. അൻ ഉമ്മി ആസിമിൻ ഇംറഅത്തി ഉത്ബത ബിൻ ഫർഖദ് സുലമി റളിയല്ലാഹു അൻഹു قالت كنا عند عتبة 4 نسوة فما منا امرأة إلا وهي تجتهد في الطيب لتكون أطيب من صاحبتها وما يمس عتبة الطيب إلا أن يمس دهنا يمسح به لحيته ولهو أطيب ريحا منا وكان إذا خرج إلى الناس قالوا ما شممنا ريحا أطيب من ريح عتبة. ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി ഉത്ബത്ത് ബിൻ ഫർഖദ് സുലമി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു ആസിം റളിയല്ലാഹു അൻഹയെ തൊട്ടുള്ള റിപ്പോർട്ട്. മഹദി പറഞ്ഞു, ഉത്ബ റളിയല്ലാഹു അൻഹുവിന് ഞങ്ങൾ 4 ഭാര്യമാരുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും മറ്റേയാളേക്കാൾ സുഗന്ധമുള്ളവളാവാൻ നന്നായി സുഗന്ധം പൂശാൻ ശ്രമിക്കും. ഉത്ബ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ താടിയിൽ പുരട്ടാനുള്ള എണ്ണ തൊടുന്നതല്ലാതെ സുഗന്ധദ്രവ്യം തൊടുമായിരുന്നില്ല. എന്നാലും ഉത്ബ റളിയല്ലാഹു അൻഹു ഞങ്ങളെക്കാൾ ഏറ്റവും സുഗന്ധമുള്ളവരായിരുന്നു. ജനങ്ങളിലേക്ക് ഉത്ബ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങിയാൽ അവരും പറയുന്നു, ഉത്ബയുടെ വാസനയേക്കാൾ ഏറ്റവും സുഗന്ധമുള്ള ഒരു വാസനയും ഞങ്ങൾ മണത്തിട്ടേ ഇല്ല. ഫഖുൽതു ലഹു യൗമൻ إنا لنجتهد في الطيب ولا أنت أطيب ريحا منا فمما ذلك. فقال أخذني الشراء على عهد رسول الله صلى الله عليه وسلم فأتيته فشكوت ذلك إليه فأمرني أن أتجرد فتجردت عن ثوبي وقعدت بين يديه وألقيت ثوبي على فرجي فنفث في يده ثم مسح ظهري وبطني بيده فعبق بي هذا الطيب من يومئذ. ഉമ്മു ആസിം ബീവി പറയുന്നു, ഒരു ദിവസം ഞാൻ ഉത്ബ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിശ്ചയം ഞങ്ങൾ നന്നായി സുഗന്ധം പൂശാൻ പ്രയത്നിക്കുന്നു, എന്നാലും ഞങ്ങളെക്കാൾ ഏറ്റവും നല്ല സുഗന്ധവാസന താങ്കൾക്കാണ്, എവിടെ നിന്നാണത്? ഉത്ബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രയാസകരവും ചൊറിച്ചിലുണ്ടാക്കുന്നതുമായ ചുവന്ന ചെറിയ കുരുക്കൾ എൻ്റെ ശരീരത്തിൽ പിടിപെട്ടു. അങ്ങനെ ഞാൻ നബിയെ സമീപിച്ച് പരാതിപ്പെട്ടു. അപ്പോൾ എന്നോട് വസ്ത്രം ഉരിയാൻ നിർദ്ദേശിച്ചു. അങ്ങനെ എൻ്റെ ഗുഹ്യഭാഗത്തിന്മേൽ വസ്ത്രമിട്ട് അവിടുത്തെ മുന്നിൽ ഞാൻ ഇരുന്നു. അവിടുത്തെ കയ്യിൽ ഊതി എൻ്റെ പുറഭാഗത്തെയും വയറിനെയും അവിടുത്തെ കൈകൊണ്ട് തടവി. അന്ന് മുതൽക്ക് തങ്ങി നിൽക്കുന്നതാണ് ഈ വാസന. നോക്കൂ, അവിടുത്തെ വിയർപ്പും ശരീരവും സുഗന്ധമുള്ളതായതുപോലെ അവിടുന്ന് സ്പർശിക്കുന്നവയും സുഗന്ധം നൽകുന്നുവെങ്കിൽ ചില ആഷിഖുകൾ സ്വപ്നത്തിൽ കണ്ട് മുസാഫഹത്ത് ചെയ്തതിനാൽ അവരുടെ കൈ 3 ദിവസം വരെ സുഗന്ധപൂരിതമായി കണ്ടു എന്ന് അനുഭവസ്ഥർ പറയുന്നുവെങ്കിൽ നമുക്കും കാണണ്ടേ ആ ഹബീബിനെ? അല്ലാഹുവേ, നീ തൗഫീഖ് ചെയ്യണേ നാഥ. ആമീൻ. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.